വിൽസൺ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ നേരത്തെ സംസാരിച്ച, താങ്കൾ ആ സമയത്ത് ഇല്ലായിരുന്നു, കെ ശ്രീകാന്ത് ബി.ജെ.പിയുടെ വക്താവ്, അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ല, ഒരു സാധാരണ നടപടിക്രമത്തിലൂടെ ഒരു ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് കിട്ടുന്നു, അല്ലാതെ ഇത് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? എങ്ങനെ ഉപയോഗപ്പെടുത്തുവാനാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശ്യം? മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? മൊബൈലിനകത്ത് വീഡിയോസ് കാണാൻ പറ്റുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. നമ്മൾ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്, ഒരു നാടൻ ഭാഷാ പ്രയോഗത്തിൽ ഈ സംസാരം തുടങ്ങുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ സംഘപരിവാർ സംവിധാനത്തിലെ യുവമാരുടെ കിളി തന്നെ അടിച്ചുകൂട്ടുന്നത്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. കിളി പോയി. ഇവരെന്താണ് കരുതിയത്? അതിനൊക്കെ വിപരീതമായി വിഷയത്തിൽ നടക്കുകയും കോടതി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 2015 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു, ഡൽഹിയിൽ വെച്ചാണ്. ആ പുസ്തകം എഴുതിയത് ഉദയ് മഹ്പൂറും ചിരാഗ് പണ്ഡിറ്റും എന്ന് പറയുന്ന രണ്ടുപേർ ചേർന്ന് എഴുതിയ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് ഡിവൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് സവർക്കറിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം ആൻഡമാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് ഗാന്ധി സകല സമര മാർഗം സ്വീകരിക്കുമ്പോൾ ഒപ്പം ഒരു സൈഡിൽ നിന്ന് പോരാടാൻ, വിപ്ലവ സമരം നയിക്കാൻ താങ്കൾ വരണം, അതുകൊണ്ട് താങ്കൾ മാപ്പെഴുതി അല്ലെങ്കിൽ ദയാഹർജി കൊടുക്കണം എന്ന് ഗാന്ധി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർവർക്കർ മാപ്പെഴുതിയത്, അല്ലെങ്കിൽ ദയാഹർജി കൊടുത്തത്. അതുകൊണ്ട് ഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. നമ്മൾ പറയുന്നല്ലോ, സംഘപരിവാർ ഷൂ നക്കി, ചെരുപ്പ് നക്കി, ഇതൊക്കെ കൊളോക്കിലായിട്ട് കളിയാക്കാറുണ്ട്. പക്ഷെ ഇത് അഡ്മിറ്റഡ് ഫാക്ട് ആണ്. ഇദ്ദേഹം സംസാരിച്ചതാണ്. അതിന് പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റുകളിലും മറ്റുകൊണ്ട് തന്നെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ദയാഹർജി കൊടുത്തത് തിരിച്ചു വന്നു, മാപ്പടി നമ്മൾ പറയും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ദയാഹർജി പോയിട്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലും ഫയൽ ചെയ്തിട്ടില്ല. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. അറസ്റ്റ് ചെയ്ത് 50 ദിവസം കഴിഞ്ഞിട്ടും താൻ കുറ്റം, നമ്മളറിയാം ബെയിൽ എന്ന് പറയുമ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഞാൻ എന്ത് കണ്ടീഷൻ സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു മാർഗമാണ് ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ബെയിൽ സ്വമേധയാ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്, ഇന്റർവ്യൂ ബെയിൽ പരിഗണിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജനാധിപത്യം തകരുന്നതൊക്കെ ന്യായാധിപന്മാരുടെ ഉള്ളിലും ഒക്കെ ഉണ്ട്. അവർക്കുമുണ്ട് ഇത്തരം ചിന്തകളും ഈ രീതികളും അവരെ സ്വാധീനിക്കുന്നത്. പക്ഷെ രാജ്യത്തിന്റെ പോക്ക് അപകടകരമാണെന്ന് ധരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മുന്നിൽ നയിക്കുന്ന, നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ. ആ രീതിയിലുള്ള കമന്റ്സ് ഒന്നും വന്നിട്ടില്ല വിധിന്യായത്തിൽ. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുവാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിന്റെ പോക്കിന്റെ കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഒരു ഘട്ടത്തിലും കോടതി പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് കോടതിയിൽ പെൻഡിംഗ് ആണ് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ അറസ്റ്റിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടല്ലോ, അതിന്റെ കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ട്, അത് പെൻഡിംഗ് ആണ്. മെറിറ്റിലേക്ക് പോയി എന്നല്ല ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് കേജ്രിവാൾ വരുന്നത്. കേജ്രിവാൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വരികയും ബെയിൽ ആപ്ലിക്കേഷൻ അല്ലല്ലോ, അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന പെറ്റീഷനിൽ സ്വമേധയാ കോടതി സംസാരിക്കുകയും ബെയിൽ കൊടുക്കുകയും ചെയ്യുകയാണ്. ശരി, ഞാൻ ഇവിടെ സമ്മതിച്ചല്ലോ. ഞാൻ അങ്ങയുടെ തുടക്കത്തിൽ ചർച്ച കേട്ടിരുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നിലയിൽ ഒപ്പിടാൻ കഴിയത്തില്ല, മന്ത്രിസഭായോഗം വിളിക്കാൻ കഴിയില്ല. എന്താ കഴിയുന്നത് പ്രചരണത്തിൽ മുമ്പിൽ നിൽക്കാൻ കഴിയും. അതാണ് നരേന്ദ്രമോദി പേടിച്ചിരുന്നതും, അത് തന്നെയാണ് നരേന്ദ്രമോദി താല്പര്യമില്ലാതിരുന്നതും. കേജ്രിവാളിനെ മാറ്റി നിർത്തണം. പക്ഷെ അവിടേക്ക് വരുന്നു. നമ്മൾ മനസ്സിലാക്കണം, 1ാം ഘട്ട തെരഞ്ഞെടുപ്പ്, 2ാം ഘട്ട തെരഞ്ഞെടുപ്പ്, 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷെ അവിടെയൊന്നും കേജ്രിവാളിന് വലിയ സ്വാധീനമുള്ള മേഖലകളല്ല. കേരളം ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള സാഹചര്യത്തിലല്ല. പക്ഷെ ഇവിടെ ഇനിയും ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഡൽഹി അടക്കമുള്ള, UP അടക്കമുള്ള ഹിന്ദി ബെൽറ്റുകളിലാണ്. അവിടെ കൃത്യമായ രീതിയിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാനുള്ള മുഖമായി ഒരു മന്ത്രിസഭാ മീറ്റിംഗിൽ അദ്ദേഹം പോകണ്ട, ഒരു ഓർഡർ ഒപ്പിടണ്ട. പക്ഷെ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാറിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചിട്ടേ അദ്ദേഹം 1-ാം തീയതി ജയിലിൽ പോകുള്ളൂ. ബാക്കി മണ്ണിട്ട് മൂടുക എന്നുള്ള പ്രക്രിയ ബാക്കിയുള്ളവർ ചെയ്തോളും, അത് ചെയ്യും. ഈ ധാർഷ്ട്യ ധിക്കാരപരമായ ഭരണ സംവിധാനത്തെ ഇന്ത്യയിൽ തൂത്തെറിയാൻ കേജ്രിവാൾ മുമ്പിലുണ്ടാകും. അതവരെ ശ്രീ റോണി കെ ബേബി, രാഹുൽ ഗാന്ധിയേക്കാൾ ഇപ്പോൾ ഈ അമരത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വരാൻ